നമസ്കാരം. നാളെ ജൂലൈ 30 നാളെ ജൂലൈ 30 ബുധനാഴ്ചയാകുന്നു. നാളത്തെ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന നാളുകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അല്പം നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ ദിവസം തന്നെയാക്കുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ അതവർക്ക് വളരെ ദോഷകരമായി തീരുകയും ചെയ്യും. ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേക്കുറിച്ചും വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം കുബേരായ നമ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുവാൻ ശ്രമിക്കുക. ചിങ്ങം രാശി മകം, പൂരം, ഉത്രം എന്നീ നാളുകാരാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമായി തന്നെ മാറാം. കൂടാതെ ഈ സമയം സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തി മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുവാൻ സാധ്യതയുള്ള സമയം തന്നെയാകുന്നു. ഉത്തരവാദിത്തങ്ങൾ വന്ന് ചേരും എങ്കിൽ പോലും അതിനു നേരെ മുഖം തിരിഞ്ഞ് നിൽക്കില്ല. ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നതുമാണ്. സാമൂഹിക ഇടപെടലുകളും പ്രതികരണങ്ങളും ശത്രുക്കളെ സൃഷ്ടിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ നിങ്ങൾക്ക് ഈ സമയം വാഹനം, ഭൂമി ഇവയുടെ ക്രയവിക്രയം വിജയകരമായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. തൊഴിൽ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നിരുന്നാലും ജാഗ്രത കൈവിടാൻ പാടില്ലാത്തതായ ദിവസം തന്നെയാകുന്നു. ജോലിക്കാര്യത്തിൽ കൂടുതൽ ശുഷ്കാന്തി ആവശ്യമായ സമയമാണ്. ഒരു കാര്യവും നിസ്സാരമായി കാണരുത് എന്നുള്ളതാണ്. സഹപ്രവർത്തകരെ, വേണ്ടപ്പെട്ടവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം വിശ്രമിക്കാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ആവശ്യത്തിനുള്ള സമയം ലഭിക്കണം എന്നില്ല. കർമ്മരംഗത്ത് പ്രതീക്ഷിക്കുന്നതായ പല മാറ്റങ്ങളും വന്നെത്താം. ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾക്കുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ധനാഗമം അല്പം സുഗമമായി തീരുക, പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ അമിതമായ ആത്മവിശ്വാസം നിങ്ങളെ ആപത്തിൽ ചാടിക്കും എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം ചില വിശ്വാസങ്ങൾക്ക് ഉലച്ചിൽ തട്ടാം. ചിലരോട് തോന്നിയതായ ബഹുമാനം ഇല്ലാതാകുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. നേർവഴിക്ക് പോകുവാനുള്ള അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ കൂടുതലായും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. തൊഴിൽ ഉപേക്ഷിച്ചാൽ പുതിയത് കിട്ടില്ല എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. കൂടാതെ ഈ സമയം ആദായം മോശമാകുന്നതല്ല. പല കാര്യങ്ങളിലും ശുഭകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസം തന്നെയാണ്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ധനാഗമവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ വീഴ്ചകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ വാശി അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ തർക്ക സ്വഭാവം നിങ്ങൾക്ക് നഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ തിരിച്ചടികൾക്കോ കാരണമായി തീരാം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമായി ഭവിക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇന്നേ ദിവസം മുന്നോട്ട് പോവുക. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, ചോതി, വിശാഖം എന്നീ നാളുകാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദേഹസുഖവും മനസുഖവുമെല്ലാം സമ്മിശ്രമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. പല കാര്യങ്ങളും ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും എങ്കിലും ചില തടസ്സങ്ങൾ നേരിട്ടു എന്ന് വരാം. കൂടാതെ ചില കാര്യങ്ങളിൽ പ്രതീക്ഷിച്ച വിജയം നേടിയെടുക്കുവാൻ സാധിക്കണം എന്നില്ല. കുടുംബത്തിൽ സമാധാനം പുലരുന്നതായ ഒരു ദിവസമായി മാറാം. ലഘുയാത്രകളാൽ ചില കാര്യങ്ങളിൽ കാര്യസാധ്യം സംഭവിക്കുന്നതുമാണ്. കൂടാതെ തൊഴിൽ അന്വേഷകർക്കും ഇന്നേ ദിവസം അനുകൂലമാകാം. താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാം. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ ആലസ്യം അനുഭവപ്പെടുന്നതായ ദിവസമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷ നിമിഷങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പണം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു സമയം തന്നെയാക്കുന്നു. കൂടിയ ആലോചനകൾക്ക് ശേഷം പല തീരുമാനങ്ങൾ എടുത്തു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ മുൻകൈയെടുക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു.
കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം കടം വാങ്ങാതിരിക്കുവാനുള്ള ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു ദിവസം കൂടിയാകുന്നു. പരമാവധി ഒഴിവാക്കേണ്ടതായ ദിവസമാണ്. സാധിക്കുന്നില്ല എങ്കിൽ ആകാം. ഔദ്യോഗിക തിരക്കുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ലഘുയാത്രകൾ മൂലം കാര്യങ്ങൾ അനുകൂലമായി തീരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം ആദായം ലഭിച്ചു എന്ന് വരാം. കൂടാതെ പല കാര്യങ്ങളിലും പിന്തുണ ലഭിക്കുന്നത് ആശ്വാസകരമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പുണ്യകർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നേരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് അനുകൂലമായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചില സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട് അധിക ജോലിഭാരം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ചില കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് തർക്കങ്ങൾക്ക് കാരണമായി തീരാം. അത് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. വ്യാപാരവുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിക്കാം. വായ്പയുടെ തിരിച്ചടവുകൾ തടസ്സപ്പെടില്ല എന്ന കാര്യവും ഓർക്കുക. അതിനായുള്ള ശ്രമങ്ങൾ വിജയം കാണും എന്നുള്ളതാണ്. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലമാണ് എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഇന്നേ ദിവസം ദർശനം നടത്തുന്നതും ഈ ദേവതാ മന്ത്രങ്ങൾ ജപിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഇന്നേ ദിവസം തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യപ്രാപ്തിക്ക് കുറുക്കുവഴികളെ ആശ്രയിക്കേണ്ടതായി വരുന്ന ദിവസമാണ്. ചെയ്തു പോന്നിരുന്നതായ തൊഴിലുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം പ്രതീക്ഷിക്കുന്ന പിന്തുണ പലരിൽ നിന്നും ലഭിക്കണം എന്നില്ല. വാദപ്രതിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും ശുഭം. സാമ്പത്തികം അത്ര മോശമാകും എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. കാര്യാലോചനകളിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യം ശോഭനമായി തീരാവുന്ന ദിവസം കൂടിയാകുന്നു. ബിസിനസ് സംബന്ധിച്ച് യാത്രകൾ അനിവാര്യമായി തീരാം. കർമ്മരംഗത്ത് ഉന്മേഷം വന്ന് ചേരാവുന്നതാണ്. പല കാര്യങ്ങളിലും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വേണം എന്ന തിരിച്ചറിവ് വന്നു ചേരാം. ജീവിതശൈലി കൂടുതൽ അനുകൂലമായി തീരാം. എന്നിരുന്നാലും ശ്രദ്ധ പുലർത്തണം. സുഖഭോഗങ്ങളിൽ താല്പര്യം അധികരിക്കുന്ന ദിവസമായി മാറാം. സാങ്കേതിക മേഖലകളിൽ ധാരാളം അവസരങ്ങൾ വന്നു ചേരാം. ഗൃഹാന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരാവുന്നതുമാണ്. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കും. ചില എതിർപ്പുകൾ ഉയരും എങ്കിലും അത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സ്വീകാര്യത പല കാര്യങ്ങളിലും ലഭിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം ദൂരയാത്രയ്ക്കായുള്ള ചില ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. കർമ്മങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിവാഹ കാര്യങ്ങളിലാണ് എങ്കിലും പുരോഗതി ദൃശ്യമാകാവുന്ന ഒരു ദിവസമാണ്. കൂടാതെ ചില കാര്യങ്ങളിൽ മധ്യസ്ഥ ശ്രമം ഫലിച്ചേക്കില്ല എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ചില ആശങ്കകൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലേക്ക് കടന്നു വരാവുന്ന ഒരു ദിവസമാകുന്നു. അധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലത കൈവരിക്കുവാൻ സാധിക്കുന്ന ദിവസമാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. യാത്രകളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. കുടുംബ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സമൂഹ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം ചില കാര്യങ്ങളിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം പ്രത്യേകിച്ചും മനോവ്യഥ സൃഷ്ടിക്കുന്നതായ ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ വിജയം കണ്ടു എന്ന് വരാം. ഭാഗ്യം അനുകൂലമാകും എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും ശുഭകരമായി ഭവിക്കും. ഇന്നേ ദിവസം ഈ ദേവതാ മന്ത്രങ്ങൾ കൂടി ജപിച്ച് മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കും. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ചില കാര്യങ്ങളിൽ വിഷമങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സാധാരണ കാര്യങ്ങൾ മുടക്കം കൂടാതെ നിർവഹിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ തൊഴിലിടത്തിൽ സമാധാനം വന്നു ചേരാം. ധനക്ലേശങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഉണ്ടാകണം എന്നില്ല.
ചുമതലകൾ കൃത്യമായി തന്നെ നിർവഹിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും അത്തരത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ സ്വൈര്യം കുറയുവാനുള്ള ഇടയുണ്ട്. അധ്വാനം പാഴാവില്ല എന്നുള്ളതാണ്. കൂടാതെ ഇന്നേ ദിവസം സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾക്ക് അനുകൂലമായി തന്നെ പ്രതികരിച്ചു എന്ന് വരാം. ആദായം ലഭിച്ച് തുടങ്ങുന്നതായ സമയമായി തീരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും ആലോചനകൾ നടത്തിയതിനു ശേഷം മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആശ്വാസകരമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ക്ലേശം മനസ്സിലാക്കി പലരെയും സഹായിക്കുക, തിരികെ സഹായം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബത്തോടൊപ്പം യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. ലഘുയത്നം കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിൽപരമായി പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കൂടാതെ ഈ സമയം വായ്പകളുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ കാര്യങ്ങൾ തിരിച്ചറിയുക, പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ്. കലാകാരന്മാർക്കും അനുകൂലമായ ദിവസം തന്നെയാണ്. വാഗ്ദാനങ്ങൾ ചിലതെങ്കിലും പാലിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി മുന്നേറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ക്രയവിക്രയം വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. ചിലരെ പൂർണ്ണമായും വിശ്വസിക്കുന്നതിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ, തിരിച്ചടികൾ വന്നു ചേരാം. ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. എങ്കിലും അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഇന്നേ ദിവസം പൊതുവിൽ അനുകൂലമായ ദിവസം തന്നെയാകുന്നു. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ വിഷമങ്ങൾ വന്നു ചേരുക, ചില ചിന്തകൾ വിഷമങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പണമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തുക, വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. വിഷ്ണു ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. കൂടാതെ ഇന്നേ ദിവസം തീർച്ചയായും 2 നേരം വിളക്ക് തെളിയിച്ച് മന്ത്രങ്ങൾ ജപിക്കുവാൻ മറക്കാതിരിക്കുക.